എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ ചേട്ടൻ ഒരു ബണ്ണും കടിച്ചു எனக்கு சேட்டனோட ஒரு விரோதம் இல்ல சேட்டன் நாங்க நശിപ്പിച്ചു உங்க பத்தி சொன்னாதான் അരി വാങ്ങ முடியும் പിന്നെ അരിയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത് ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുംകാട്ടൊന്നും ഇല്ലല്ലോ. ആണെങ്കിൽ അരി മേടിക്കാനാണെന്നാ പറഞ്ഞ, കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. അങ്ങനെ ഒരാൾ പറയാൻ ഹായ് പറ ജാസ്മിൻ. ഹായ് അഭിഷേക് ഇങ്ങനെ ഞെക്കിട്ട് ഹരിയണ്ണൻ എയറിൽ നിന്ന് ഇറങ്ങി BMW എക്സ് എയർ കയറിയ ഒരാളായിരിക്കുന്നു. എക്സ് എയർ ജാസ്മിൻ. പക്ഷെ നീ എയറിൽ താഴെ ഇറങ്ങുന്നില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ വീട് വാങ്ങാൻ പോകും. അവിടെ ഞാൻ സ്ഥലം പഠിക്കാൻ പോകും എക്സ് എയറിൽ. എല്ലാം ഒന്ന് ഒതുങ്ങി വന്നപ്പോഴേ ചേട്ടൻ ഒരു ബണ്ണും കടിച്ചു Recent or incident on the Kerala level, I won't take the names. So there was one particular reviewer who was targeting a specific star for a long time. Then the star called him. பிரச்சனை என்னடா சார், உங்க பத்தி சொன்னாதான் அரி வாங்க முடியும். So this really happened. മുന്നേ കണ്ടു പറഞ്ഞു. അപ്പൊ ഈ വീഡിയോ പാൻ ഇന്ത്യ റീച്ച് ആയിരിക്കുകയാണ്. അതായത് ഇത് പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പൊ ഈ ടാഗ്, അതായത് ഈ അരി വേദിക്കുന്ന ഉണ്ണിമൂന്ന ഇഷ്യൂ എന്ന് പറഞ്ഞത് ഉണ്ണിമൂന്നും സീക്രട്ട് ഇഷ്യൂ പാൻ ഇന്ത്യ ലെവലിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോ യൂട്യൂബിനെ ബാധിക്കും വിചാരിക്കുന്നുണ്ടോ? അതായത് റിവ്യൂ ചെയ്യുന്നതും ഫിലിം ഇൻഡസ്ട്രിയിൽ ചർച്ച ആവുന്നതൊക്കെ ഇല്ലടാ. അതൊക്കെ എങ്ങനെ? ഞാൻ ബാധിക്കില്ല എന്നൊന്നും മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. നിങ്ങളൊക്കെ കാണാൻ പറ്റിയ ഷെയർ സബ്സ്ക്രൈബ് ഞാൻ എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ ഓൾറെഡി ആ ഒരു മൈൻഡിലാണ്. ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വരാം, കണ്ടിട്ട് പോവാം. ഈ ചിദംബരത്തിന്റെ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നാ? എനിക്കൊരു ഫ്രീ പ്രൊമോഷൻ ഒന്നും അങ്ങേര്. ഇതിപ്പോ ഇന്ന വെച്ചിട്ട് ഒരു 50 കോടി സിനിമ എടുത്ത അവസ്ഥയിൽ പോയില്ലേ. അങ്ങനെ പേര് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെന്താ അറിയോ, ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം പലരും സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വർത്താനം മാത്രമാണ്. മനസ്സിലായില്ലേ? അതായത് ആ കോള് കൃത്യമായിട്ട് കേട്ടൊരു വ്യക്തിക്ക് അറിയാം ആരെ വിളിച്ചാണ് ചീത്ത വിളിച്ചത്, തെറി വിളിച്ചതെന്നുള്ളത്. ഓക്കെ. പിന്നെ അരിയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നത് ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുംകാട്ടൊന്നും ഇല്ലല്ലോ. ആണോ? അരി തന്നെയല്ലേ. അതുകൊണ്ട് സിനിമാക്കാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അവർ സിനിമ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൈസയാണ്. പൈസ കൊണ്ട് നമ്മൾ മേടിക്കുന്നത് അരിയാണ്. അരിയാഹാരം കഴിക്കാനും അരി കുടിക്കാനും തിന്നാനും ജീവിക്കാനുമാണ്. ആട്ടുംകാട്ടം തിന്നാൻ ആരും ഇവിടെ ബിസിനസ് നടത്തുന്നില്ല. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അരിയോ അല്ലെങ്കിൽ ഭക്ഷണമോ അത്ര കളിയാക്കി പറയേണ്ട കാര്യമൊന്നുമല്ല. ഞാൻ വളരെ പ്രൗഡായിട്ടാണ് അരിയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഈ ഒരാളെന്നെ വിളിച്ച് തെറി പറഞ്ഞു, ആ തെറി വിറ്റിട്ട് ഞാൻ എന്താക്കി അരിയാക്കി എന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് ആണോ? അല്ലേ? എന്റെ കഴിവാണ്. അപ്പൊ അതിലിരുന്നിട്ട് ഈ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവര് സിനിമ ഉണ്ടാക്കുന്നത് വിൽക്കാനാണ്. അവര് വിറ്റോട്ടെ, അവരെടുത്തോട്ടെ. ഞാൻ എന്റെ കണ്ടന്റിലേക്ക് വിൽക്കാനാണ്. ഞാൻ വിൽക്കും, ഞാൻ അരിയാക്കും. സിമ്പിൾ കാര്യമാണ്. സിനിമയായിട്ട് കാണാതെ ഒരു സ്പെക്യുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കുറെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് റവന്യൂയായി മാറും. റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത്, കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. അങ്ങനെ ഒരാൾ പറയണേ ഞാൻ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമല്ല. ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന്. ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണിയെടുക്കുന്നത്. പുള്ളിയും അത് ചെയ്യണേ. പുള്ളിയുടെ വീട്ടിൽ ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ. പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളോ കുട്ടികളോ ഉപയോഗിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക. അപ്പം എൻ്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിൽ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ്. എനിക്ക് അത്രയും പറയാം. ബിക്കോസ് അയാൾ പറയാനില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന്. പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സത്യത്തിൽ അന്ന് തൊട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി.
അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ലെവൽ മാറിപ്പോയി ഗൈസ്. സീക്രട്ട് ഏജന്റ് ഇപ്പൊ പാൻ ഇന്ത്യൻ ലെവൽ ഊക്കുകളൊക്കെയാണ് മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കണം. വന്നവനും പോണവനൊക്കെ ഇട്ട് ഊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് അവസ്ഥയാണ് നോക്കണത് നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ. അപ്പൊ സീക്രട്ട് ഏജന്റ് ഇപ്പൊ അതെ മാർക്കോ പടം നല്ല കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മൊത്തം. അപ്പൊ ഇന്ത്യ മൊത്തം ഈ മാർക്കോ പടം കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ കത്തി കയറിക്കൊണ്ടിരിക്കണത് ഈ സീക്രട്ട് ഏജന്റ് ആണ്. അപ്പൊ എല്ലാവരും, അതായത് ഇപ്പൊ നമ്മുടെ ജാസ്മിൻ, അതേപോലെ തന്നെ ചിദംബരം, ഇപ്പൊ ചിദംബരത്തിന്റെ ഒക്കെ ആ ഒരു സംഭവം കണ്ടല്ലോ, ചിദംബരമാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഒന്ന് ഹിറ്റാക്കി കൊടുത്തത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇട്ട് ഈ ഊക്കാൻ മാത്രം നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ത് പാപമാണ് സുഹൃത്തുക്കളെ ചെയ്തത്. സീക്രട്ട് ഏജന്റ് ആകെ ഒരു ഇത് ചെയ്തതെന്ന് കൊണ്ട് ആ മാർക്കോ പടത്തിന്റെ റിവ്യൂ എന്ന് പറഞ്ഞു. ആ റിവ്യൂവിനകത്ത് ഒരു ബജി കഷ്ണം കടിച്ചിട്ടങ്ങ് ഒന്ന് തിരിഞ്ഞു. ഇതാണോ നമ്മുടെ സീക്രട്ട് ഏജന്റ് ചെയ്ത തെറ്റ്? അപ്പൊ ഈ ആ ഒരു റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്കും തോന്നിയൊരു കാര്യമാണ്, പുള്ളിക്കാരൻ വൈരാഗ്യം വെച്ചിട്ട് ഒരു റിവ്യൂ ഇട്ട പോലെയാണ് എനിക്കത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. കാര്യം ഒരു ഇപ്പൊ പുള്ളി തന്നെ പറയുന്നുണ്ടായി, പുള്ളി അങ്ങനെ ഒരു മറ്റേ ഗ്രഡ്ജ് വെച്ചിട്ടൊന്നും റിവ്യൂ ഇട്ടതല്ല എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായി. പക്ഷെ അത് കണ്ട ഏതൊരാൾക്കും മനസ്സിലാവും അതൊരു വൈരാഗ്യം വെച്ചിട്ട് ഇട്ട റിവ്യൂ ആയിട്ട് തന്നെയാണ് അത് കണ്ട ആർക്കായാലും തോന്നുന്നത്. അല്ലെ അത് ആ ഒരു പടത്തിനെ കളിയാക്കുന്ന രീതിക്കുള്ള ഒരു സംഭവമായിട്ട് തന്നെയാണ് തോന്നുന്നത്. എനിക്ക് ആ ഒരു പടം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. അതുകൊണ്ട് തന്നെ അതിനെ കളിയാക്കുമ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ എന്താ ഇവൻ ഇങ്ങനെ കാണിക്കുന്ന കാര്യം, നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒരു പടം വരുമ്പോഴത്തേക്കും. എന്നാൽ ഈ സീക്രട്ട് ഏജന്റ് ആനിമൽ പോലത്തെ ഒരു പടത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ആനിമലിനെ സപ്പോർട്ട് ചെയ്താന്നുണ്ട് ഇവിടെ മലയാളത്തിൽ നിന്ന് ഇത്രയും കിട്ടിയ ഒരു പടം വരുമ്പോഴത്തേക്കും അതിന് ഇമാതിരി ഊക്കുന്ന രീതിക്കാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഊക്കൊക്കെ കിട്ടാനായിട്ട് ഒരു കണക്കിന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഡിസർവിങ് ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കണക്കിന് പറയാം. പിന്നെ ഈ ഒരു ഊക്ക് കൊണ്ടെല്ലാം സീക്രട്ട് ഏജന്റിന് ഇവിടെ റീച്ചും കൂടെ കിട്ടുന്നുള്ളൂ. റീച്ചാണ് ഇവിടെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും വേണ്ടത് അരിയാണ്. അപ്പൊ എല്ലാവർക്കും കൂടെ അരി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സീക്രട്ട് ഏജന്റ് ഹാപ്പി, അതേപോലെ ഊക്കുന്നവര് ഹാപ്പി, ഇത് ചെയ്യുന്ന ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി സിറ്റുവേഷൻ ആണ്. അപ്പൊ എനിക്ക് അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സീക്രട്ട് ഏജന്റിനെ നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടമാണോ ഇഷ്ടമല്ലേ? എല്ലാം വീഡിയോ കമന്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത വീഡിയോ കാണുന്നവരൊക്കെ